ഡൽഹി തിരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിൽ ഡൽഹിയിൽ എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ഡൽഹിയിൽ ഇത്തവണ AAP വീണ്ടും ഒരു തുടർഭരണം നടത്തുമോ? അതല്ല BJP ഒരു അട്ടിമറി മുന്നേറ്റം, സീറ്റുകളുടെ കാര്യത്തിലായാൽ പോലും ഒരു അട്ടിമറി മുന്നേറ്റം അവിടെ ഉണ്ടാകുമോ? കോൺഗ്രസ് ചിത്രത്തിലുണ്ടോ അവിടെ? ശരിക്കും കോൺഗ്രസിന് ഇത്തവണ ഒരു സീറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യമായി നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിനിടയിൽ തന്നെ പലതരത്തിലുമുള്ള സർവേകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഏറ്റവും പുതുതായിട്ട് വന്ന ഒരു ദേശീയ സർവേയെക്കുറിച്ച് തന്നെയാണ്. 3 പാർട്ടികളും വളരെ വലിയ തോതിൽ തന്നെയുള്ള പ്രചരണം തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടത്തി വരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പ്രതിപക്ഷത്തെ ഒരു സഖ്യത്തിൽ നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ AAPയും കോൺഗ്രസും നേർക്ക് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ തരത്തിലും കുറ്റപ്പെടുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ സഖ്യം തന്നെ ഇല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടുമുള്ള പലതരത്തിലുള്ള വിമർശനങ്ങളും ഈ പറയുന്ന കോൺഗ്രസും AAPയും തമ്മിൽ വ്യക്തമായ വിള്ളലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെയാണ് ഡൽഹിയിൽ വലിയ തോതിൽ ഉയരുന്നത്. അതുമാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് 70 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ കോൺഗ്രസിന് എത്രത്തോളം ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് നിലവിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഇത് വിശദമായി പറയുകയാണെങ്കിൽ രാജസ്ഥാനിലെ ഫലോഡി സത്താ ബസാർ പ്രകാരം, അതായത് ആം ആദ്മി പാർട്ടി 39 മുതൽ 41 സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചിക്കുന്നത്. അതേസമയം BJP 29 മുതൽ 31 വരെ സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നു. കോൺഗ്രസിന് ഒരു സീറ്റുമില്ല എന്ന തരത്തിലാണ് പ്രവചനമെന്ന് പറയുന്നത്. 2024 രാജസ്ഥാനിലെ 9 ലോക്സഭാ സീറ്റുകളിലെ ബലം കൃത്യമായി പ്രവചിച്ചുകൊണ്ട് ഫലോഡി സത്താ ബസാർ കഴിഞ്ഞ തവണ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ചുരു, ജോധ്പൂർ, ജലോർ, കോട്ട, ജയ്പൂർ, റൂറൽ, ബാർമർ, നാഗൗർ, ഗംഗാനഗർ എന്നിവയെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് ശരിയായി വന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവചനങ്ങൾ കഴിഞ്ഞ ഈ 2024 ലോക്സഭാ സീറ്റുകളിലെ ബലം കൃത്യമായിട്ടാണ് ഇവർ പ്രവചിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡൽഹിയിൽ നടത്തിയിരിക്കുന്ന ഈ പ്രവചനം എത്രത്തോളം ശരിയാകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഡൽഹിയിലെ ഫലോഡിക്ക് ശേഷം മഹാദേവ് സത്താ ബസാറും ആം ആദ്മിയുടെ വിജയം പ്രവചിച്ചിരുന്നു. അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന പാർട്ടിയുടെ വിജയം പ്രവചിച്ച 2 സത്താ ബസാറുകളിലും സീറ്റുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ശ്രദ്ധേയമാണ്. സി വോട്ടർ പറയുന്ന പ്രകാരം 51% വോട്ടർമാർ ആം ആദ്മി പാർട്ടിയെ അനുകൂലിക്കുന്നുവെന്നും ഈ പറയുന്ന തരത്തിൽ മാധ്യമ റിപ്പോർട്ടുകൾ അഭിപ്രായ സർവേക്കായി ബന്ധപ്പെട്ടവരിൽ 51% പേരാണ് തെരഞ്ഞെടുപ്പിൽ AAP വിജയിക്കുമെന്ന് അനുകൂലിച്ചതായി സി വോട്ടർ നടത്തിയ സർവേയിൽ കണ്ടെത്തിയത്. അതേസമയം 41% പേർ സർക്കാർ മാറ്റത്തെക്കുറിച്ചും സംസാരിച്ചിരിക്കുകയാണ്. അതായത് സർക്കാരിനെ മാറ്റാൻ ആഗ്രഹിക്കുന്നവർ കോൺഗ്രസിന് പകരം BJPയെ പിന്തുണയ്ക്കുമെന്നും അതിൽ പറയുന്നുണ്ട്. വോട്ടർമാരുടെ ആശയക്കുഴപ്പം കാരണം BJPയുടെ വോട്ട് വിഹിതവും സീറ്റുകളുടെ എണ്ണവും ഗണ്യമായി ഉയർന്നേക്കാമെന്നാണ് ഈ ഒരു കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത്. BJP താരപ്രചാരകർ, വിവാദ നേതാക്കൾ, ഗുജാറുകളുമായി ബന്ധപ്പെട്ട ജാതി സമവാക്യങ്ങൾ, ഹിന്ദുത്വ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ധ്രുവീകരണം എന്നിവയെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രചാരണത്തിന് കരുത്ത് പകരുകയാണ്. ഫെബ്രുവരി 5 വോട്ടെടുപ്പ് നടക്കുന്നത്. 2025 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ ഫെബ്രുവരി 8 പ്രഖ്യാപിക്കുന്നത്. പക്ഷേ അഭിപ്രായ വോട്ടെടുപ്പുകൾ നടത്തുന്ന സത്താ ബസാറുകളും മറ്റുമെല്ലാം സ്ഥിതിഗതികൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നു. ഈ ഒരു സർവേ പ്രകാരമാണെങ്കിൽ അവിടെ ആം ആദ്മി പാർട്ടി ഭരണം നിലനിർത്തിയേക്കാം, പക്ഷേ അവർ ഒരു തരംഗം ഇത്തവണ ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം തൂത്തുവാരലായിരുന്നു. അതായത് 62ഓളം സീറ്റുകൾ, 70 സീറ്റുകളിൽ 62ഓളം സീറ്റുകൾ അവർ നേടുകയും 8 സീറ്റുകളിലായിരുന്നു BJP അവിടെ വിജയിച്ചിരുന്നത്. കോൺഗ്രസിന് ഒരു സീറ്റും കഴിഞ്ഞ തവണയും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇത്തവണ അത് ഇവരുടെ പ്രവചനം പോലെയാണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ ആം ആദ്മിക്ക് ഗണ്യമായി സീറ്റുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അതായത് 39 മുതൽ 41 വരെയുള്ള സീറ്റുകളാണ് ആം ആദ്മിക്ക് ഇവർ പ്രവചിക്കുന്ന ഒരു കണക്കെന്ന് പറയുന്നത്. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നേട്ടമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രവചനത്തിൽ നിന്നും വ്യക്തമാവുന്നത്, അതായത് സീറ്റുകളുടെ കാര്യത്തിൽ വലിയ ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. 8 നിന്നും
ഇപ്പോൾ ഈ പറയുന്ന കണക്ക് പ്രകാരം 29 മുതൽ 31 സീറ്റുകൾ വരെ BJPക്ക് ഇത്തവണ ലഭിക്കാമെന്നുള്ള തരത്തിലാണ് പറയുന്നത്. സി വോട്ടർ സർവേ പ്രകാരം 51% പേർ ആം ആദ്മിയെ അനുകൂലിക്കുമ്പോൾ 41% പേർ BJPയെയും അനുകൂലിക്കുന്നു എന്ന തരത്തിലോട്ട് കാര്യങ്ങൾ വരുന്നു. അതായത് BJP വളരെ വലിയ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമാണ് ഡൽഹിയിൽ നടത്തിയത് എന്നത് വ്യക്തമാണ്. അത് വളരെ വലിയ തോതിൽ ഫലപ്രദമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അവർ അധികാരത്തിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല, അവർക്കൊരു വലിയ മുന്നേറ്റം അവിടെ സംഭവിക്കുമെന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തവണയും 0 ഒതുങ്ങേണ്ടി വരും എന്നുള്ള ഘട്ടത്തിൽ തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഡൽഹിയിൽ BJPക്ക് അധികാരം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ പറയുന്ന സർവേ പ്രകാരമാണെങ്കിൽ പോലും BJP അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ചെറിയൊരു ഭൂരിപക്ഷത്തിൻ്റെ വ്യത്യാസത്തിൽ ഈ പറയുന്ന ആം ആദ്മി അധികാരത്തിൽ വരാനാണ് സാധ്യത എന്നാണ് ഈ സർവേ പറയുന്നതെങ്കിൽ പോലും അവിടെ എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കാരണം ഈ സർവേയിൽ പോലും BJPക്ക് വലിയൊരു മുന്നേറ്റമാണ് അവിടെ പ്രവചിച്ചിരിക്കുന്നത്. ആം ആദ്മിക്ക് സീറ്റുകൾ ഗണ്യമായി കുറയുന്ന തരത്തിലോട്ടും ചെറിയ ശതമാനത്തിൻ്റെ വ്യത്യാസത്തിൽ അവിടെ ഈ പറയുന്ന ആം ആദ്മി ഭരണം നിലനിൽക്കാനായിട്ട് സാധ്യത എന്നുള്ള തരത്തിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ റിയാലിറ്റി എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ഈ പ്രവചനം പോലെ തന്നെ ശരിയാകുമോ, അതല്ല ഒരു അട്ടിമറി അവിടെ ഉണ്ടാകുമോ, ഈ പറയുന്ന തരത്തിൽ BJPക്ക് അവിടെ ഒരു അധികാരം മുന്നേറ്റം എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവിടെ BJP ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയാണ് ഈ ഒരു പ്രവചനത്തിൽ നിന്നും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. 2020 8 സീറ്റുകളിൽ നിന്നും ഇത്തവണ അത് 29 മുതൽ 31 വരെ സീറ്റുകൾ നേടാമെന്നുള്ള തരത്തിലുള്ള പ്രവചനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സി വോട്ടർ പറയുന്ന പ്രകാരം ആം ആദ്മിക്ക് 51%, BJPക്ക് ഈ പറയുന്ന ഡൽഹിയിൽ 41% പേരുടെയും പിന്തുണ ലഭിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് കണക്കുകൾ വ്യക്തമാകുന്നത്. നമുക്കറിയാം അവിടെ BJP വലിയ തോതിലുള്ള പ്രചരണമാണ് നടത്തിയിട്ടുള്ളത്. RSSനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള വലിയ തോതിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രചരണ രീതി ഡൽഹിയിൽ ഇത്തവണ BJP മുന്നോട്ട് വച്ചിരുന്നു. അത് കൃത്യമായി ഫലപ്രദമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഭരണം ആർക്കൊപ്പം പോകുമെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ട്വിസ്റ്റായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യം തന്നെയാണ്. ആം ആദ്മിക്ക് ഒരു ചെറിയ ഭൂരിപക്ഷത്തിൻ്റെ വ്യത്യാസത്തിലെങ്കിൽ പോലും അവിടെ ഭരണത്തിലെത്താൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.